ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺസ്, പ്രൊനൗൺസ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അപ്പം തേർഡ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നൗൺ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ വേർഡ്സുകളെയാണ് വെർബ് എന്ന് വിളിക്കുന്നത്. അതായത് വെർബ്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്: മെയിൻ വെർബും ഓക്സിലറി വെർബ്സും. മെയിൻ വെർബ് ഏതൊക്കെയാണ്? മെയിൻ വെർബ് എന്ന് വെച്ചാൽ V1, V2, V3 എന്ന് പറയുന്ന വെർബ്സുകളാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദി വെർബ്, ദെൻ V2, V3 ഉണ്ട്. ഇപ്പോൾ ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ് അതെന്ന് പറയുന്നത് V1, V2, V3 ഫോം ഓഫ് ദി വെർബ്സ് ആണ്. ഇത് മെയിൻ വെർബാണ്. ജംഡ്, ജംഡ്. അപ്പോൾ അതൊക്കെ വെർബുകളാണ്, മെയിൻ വെർബുകളാണ്. ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബുകളാണ്. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്? ആമീസ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, ഔട്ട് ടു, യൂസ്ഡ് ടു, ദേ ആർ ദി ഓക്സിലറി വെർബ്സ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് വെർബ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് മോഡിഫൈ നൗൺസ് ഓർ പ്രൊനൗൺസ്, അതായത് നൗൺസിനെയോ അല്ലെങ്കിൽ പ്രൊനൗൺസിനെയോ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗുഡ് ബോയ്, അതായത് ബോയ് എന്ന് പറയുന്നത് അവിടുത്തെ നൗൺ ആണ് അല്ലെ. അപ്പൊ ഈ ബോയിയെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാണ്. എങ്ങനെയുള്ള ബോയി ആണ്? അതായത് അവനൊരു ഗുഡ് ആയിട്ടുള്ള ബോയി ആണ്, നല്ല ആൺകുട്ടിയാണ്. ഇത് ആൺകുട്ടി എന്ന് പറയുന്ന നൗണിനെ എംഫസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറയുന്ന ഒരു ക്വാളിറ്റി പറയുന്നതാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഗുഡ് ബോയ്, അപ്പൊ ഗുഡ് ഈസ് ഓൾസോ ആൻ അഡ്ജക്റ്റീവ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ ബ്യൂട്ടിഫുൾ ഗേൾ, അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇസ് ആൻ അഡ്ജക്റ്റീവ്, അതായത് ആ ഗേളിനെ എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗേൾ എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഈസ് ഓൾസോ ആൻ അഡ്ജക്റ്റീവ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ ഓൾഡ് മാൻ, ഓൾഡ് മാനിൽ ഓൾഡ് എന്ന് പറയുന്നത് ഇസ് ആൻ അഡ്ജക്റ്റീവ്. അതുപോലെ ബ്രേവ് ചൈൽഡ്, ബ്രേവ് ചൈൽഡിൽ ബ്രേവ് എന്ന് പറയുന്നത് ഇസ് ആൻ അഡ്ജക്റ്റീവ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ സാധാരണഗതിയിൽ അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും നൗൺസും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഒരു സെന്റൻസിലെന്നുള്ളത് നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതും കൂടി പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി അഡ്ജക്റ്റീവ്സ് പലതരത്തിലുണ്ട്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയെ പറ്റി പറയുന്നത് ഇപ്പം ഇന്റലിജൻസ്, ബ്രേവ് ആണ്, ബ്യൂട്ടിഫുൾ, ഇതൊക്കെ ക്വാളിറ്റിയാണ്, ഒരാളുടെ ക്വാളിറ്റിയാണ്. അയാൾ ഇന്റലിജന്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ ഉള്ളത് അയാളുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വാളിറ്റിയാണ്. അത് നമുക്ക് ഒരിക്കലും അളന്നെടുക്കാൻ പറ്റാത്ത ക്വാളിറ്റീസ് ആണ്. അത് അഡ്ജക്റ്റീവ്സ് ആയിട്ട് പറയാറുണ്ട്. ഇനി അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, അതായത് സം, ഇനഫ്, മച്ച്, ഇതൊക്കെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഈ ഗുഡ്, ബ്യൂട്ടിഫുൾ, ഓൾഡ്, ബ്രേവ് എന്നുള്ളത് മാത്രമല്ല വരുന്നത്, ഇതും കൂടി വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയിൽ പറയുന്നത് സം, ഇനഫ്, മച്ച്, ദീസ് ആർ ദി അഡ്ജക്റ്റീവ്സ്. എക്സാമ്പിൾ നോക്കി, ദേ ഹാഡ് ഇനഫ് മണി എന്നുള്ളതാണ്. അപ്പൊ അവിടെ അവന്റെ കയ്യിലുള്ള മണി അത് ഇനഫ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ഒരു മണി, അത് മണി എന്ന് പറയുന്ന ആ നൗണിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നത് ഇനഫ് മണി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്തത് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ഉണ്ട്, അതായത് മെനി, അതൊക്കെ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. മെനി, ഇപ്പൊ 5, 4 എന്നൊക്കെ ഒരു നൗണിന് മുന്നേ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ നോക്കി, ഷീ ഏറ്റ് 5 ആപ്പിൾസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആപ്പിൾ എന്നുള്ള ഒരു നൗണിന് തൊട്ട് മുൻപേ വരുന്നത് 5 എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ആപ്പിളിന് തൊട്ട് മുൻപേ വരുന്നത് 5 എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവ് ഓഫ് നൗൺ ആണ്. 5 എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റ് ഉണ്ട്, അതായത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ആർ ദി ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ദിസ്, ദാറ്റ്, ദോസ്, ദീസ് ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. ദിസ് ബുക്ക്, അതായത് ബുക്ക് എന്ന് പറയുന്ന ആ നൗണിനെ മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നത് ഈ ബുക്ക് എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പൊ ദിസ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ്, അവിടെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആപ്പിൾസ്, ആപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദീസ് ആപ്പിൾസ് എന്നാണ് പറയുന്നത്. അതായത് ആപ്പിൾസ് എന്ന് പറയുന്ന ആ നോർമലി ഉള്ള നൗണിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വാളിഫയർ ആണ് ഈ പറയുന്ന ദീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദീസ് ഈസ് ഓൾസോ ആൻ അഡ്ജക്റ്റീവ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. എടുത്തു പറയുകയാണെങ്കിൽ അതൊരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്ത ഏതാണ്? ആഡ്വേർബ്സ് ആണ്. അപ്പൊ 5th ഡിഗ്രീസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഏതാണ്? ആഡ്വേർബ്സ് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് ആഡ്വർബിലോട്ട് പോവാം. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതായത് മോഡിഫൈസ് വെർബ്, വെർബിനെ മോഡിഫൈ ചെയ്യുന്ന ആരാണോ അതാണ് ആഡ്വേർബ്സ്. മോഡിഫൈസ് നൗൺ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ആണ് അല്ലെ. ആഡ്വേർബ്സിനെ മോഡിഫൈ ചെയ്യുന്നതാണ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾസ് നോക്കി, ഹി റൺ ക്വിക്ലി എന്നുള്ളതാണ്. അപ്പോൾ റൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്, നമുക്ക് അറിയാവുന്നതാണ്, റൺ വെർബാണ്. അപ്പോൾ എങ്ങനെ ഓടി എന്ന് ചോദിക്കുമ്പോൾ
അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ക്വിക്ലി എന്നുള്ളതാണ്. അപ്പോൾ റൺ എങ്ങനെയാണ് റൺ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ക്വിക്ലി എന്ന് പറയാം. അതായത് അവിടുത്തെ വെർബിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ലി ആണ് ഓടിയത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഹി റൺ ക്വിക്ലി എന്ന് പറയുമ്പോൾ ക്വിക്ലി ഈസ് ഓൾസോ എ ആഡ്വേർബ് ആണ്. അടുത്ത നോക്കിയേ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അപ്പോൾ അവൾ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ അതിൽ ഈ പറയുന്ന വെർബിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെരി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെരി എന്ന് പറയുന്നത് എന്താണ്? ആഡ്വർബ് ആണ്. ബട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ ഷീ സിങ് വെൽ, സിങ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. വെർബിനെ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വെൽ, നന്നായിട്ട് പാടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പാടുന്നു എന്ന് പറയുന്ന ആക്ഷനെ അല്ലെങ്കിൽ സിങ് എന്ന് പറയുന്ന ഒരു ആക്ഷനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെൽ ആണ് അല്ലെ. അപ്പൊ വെൽ ഈസ് ഓൾസോ ആൻ ആഡ്വർബ്. അതുപോലെ ഷീ വർക്ക് ഹാർഡ്, എങ്ങനെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്? വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ഇത് വളരെ ഹാർഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹാർഡ് എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് മനു ഈസ് സിറ്റിംഗ് ക്ലോസ് ടു മീനു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിറ്റിംഗ് എന്ന് പറയുന്നതിനെ എംഫസൈസ് ചെയ്യുന്നത് ഏതാണ്? ക്ലോസ്, വളരെ അടുത്താണ്. ഇരിക്കുക എന്നുള്ളതാണ് സിറ്റിംഗ്. അപ്പൊ എങ്ങനെയാണ് സിറ്റ് ചെയ്യുന്നത്? അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സിറ്റിംഗ് എന്നുള്ള വെർബിനെ എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നത് ക്ലോസ് ആണ്. അപ്പൊ ക്ലോസ് എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അതുപോലെ തന്നെ ഹി ഹാസ് ലീവ്ഡ് ഹിയർ, അവൻ എവിടെയാണ് ലീവ് ചെയ്യുന്നത്? ലീവ്ഡ് ഹിയർ. ലീവ്ഡ് ഹിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ആഡ്വർബ് ആണ്. ആഡ്വർബ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ആഡ്വർബ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന വെയർ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നതാണ് നമ്മൾ ആഡ്വർബ്സ് ആയിട്ട് പറയുന്നത്. അതായത് ഇങ്ങനെ നോക്കിയേ, ഷീ സിങ് വെൽ, അതായത് ഹൗ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ പാടിയത് എന്ന് ചോദിക്കുമ്പോൾ വെൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വെൽ എന്തായിട്ട് മാറി? ഒരു ആഡ്വർബ്സ് ആയിട്ട് മാറി. അതുപോലെ ഇവിടെ നോക്കി, ഹി ഹാസ് ലീവ്ഡ് ഹിയർ വെയർ എന്ന് ചോദിക്കുകയാണ്. അതായത് ഹി ഹാസ് ലീവ്ഡ് വെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ വെയറിനുള്ള ആൻസർ ആണ് ഈ ഹിയർ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിക്കുന്നു, അതായത് ലീവ് ചെയ്യുന്നു, എവിടെ? ഹിയർ, ഇവിടെ അടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ വെയർ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ഹിയർ എന്നുള്ളതാണ് ഇവിടുത്തെ ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഐ ടേക്ക് എ ബാത്ത് എവറി ഡേ എന്നുള്ളതാണ്. എവറി ഡേ എന്നുള്ളെങ്കിൽ അത് നമ്മൾ വെൻ, എപ്പോൾ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ ദിവസവും എന്ന് കിട്ടുന്നത്. അപ്പോൾ ബാത്ത് ചെയ്യാറുണ്ട്, അവൻ കുളിക്കാറുണ്ട് എല്ലാ ദിവസവും എന്നുള്ളത്. വെൻ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും. അപ്പോൾ ബാത്ത് എവറിഡേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും അവൻ ബാത്ത് ചെയ്യാറുണ്ട്. ബാത്ത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്ഷനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുന്നതാണ് ഈ എവറിഡേ അഥവാ എല്ലാ ദിവസവും എന്ന് പറയുന്നത്. അപ്പോൾ എവറിഡേ എന്ന് പറയുന്നതും ആഡ്വർബ് ആണ്. അത് ആഡ്വർബ് ഓഫ് ടൈം ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് നോക്കിയേ, നൗ, ദെൻ, ലേറ്റർ, ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ, സൂൺ, ഓൾറെഡി, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ബിഫോർ, എഗോ, ലാറ്റർ, ലേറ്റ്ലി, ഇമ്മീഡിയറ്റ്ലി, ഇതൊക്കെ ആഡ്വർബ് ഓഫ് ടൈം ആണ്. നമുക്ക് ഈ ആഡ്വർബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഹൗ, വെയർ, വെൻ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ആക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ആൻസർ കിട്ടുവാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ്? ആ വെർബിന്റെ ആഡ്വർബ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ഈസിലി നമുക്ക് ഒരു സെന്റൻസിൽ നിന്ന് എങ്ങനെയാണ് ആഡ്വർബ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഈസിലി നമുക്ക് മനസ്സിലാവും. അത് ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സിക്സ്ത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പ്രൊപ്പോസിഷൻ ഓൾറെഡി പഠിച്ചു, അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളിലൊന്നും പ്രൊപ്പോസിഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രൊപ്പോസിഷൻ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ആണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി കൺജങ്ഷൻസ് വരാം. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിനിങ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ജോയിൻ വേർഡ്സ്, ജോയിൻ ചെയ്യുന്ന വേർഡ്സ് ആകാം, ഫ്രേസസ് ആകാം, അല്ലെങ്കിൽ ക്ലോസസുകളാകാം. അത്തരത്തിൽ രണ്ട് വേർഡ്സുകളെ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വേർഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡ്സുകളാണ്, കണക്ട് ചെയ്യുന്ന ഫ്രേസസുകൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ക്ലോസസുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു വലിയ സെന്റൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന കണക്റ്റിംഗ് വേർഡ്സുകളാണ് ആക്ച്വലി കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ജോയിൻ വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ് ടു ഫോം മോർ കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോയിനിങ് വേർഡ്സ് ആണ് ഈ പറയുന്ന കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. കൺജങ്ഷൻസ് പൊതുവെ പലതരത്തിലുള്ള കൺജങ്ഷൻസ് ഉണ്ട്. അതായത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ട്, കൊറിലേറ്റീവ് കൺജങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ 3 കൺജങ്ഷൻസ് നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർ, ആൻഡ്, നോർ,
സോ, ബട്ട്, ഓർ, യെറ്റ് ഒക്കെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇത് ഇത്രയുമാണെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് യൂസ് ചെയ്താൽ മതി. ഫാൻ ബോയ്സ് എന്നുള്ള ഒരു കോഡ് യൂസ് ചെയ്താൽ മതി. ഫാൻ, എഫ് എന്ന് പറയുന്നത് ഫോർ ആണ്, എ എന്ന് പറയുന്നത് ആൻഡ്, എൻ എന്ന് പറയുന്നത് നോർ, ബി എന്ന് പറയുന്നത് ബട്ട്, ഒ എന്ന് പറയുന്നത് ഓർ, വൈ എന്ന് പറയുന്നത് യെറ്റ്, എസ് എന്ന് പറയുന്നത് സോ. അപ്പൊ ഇത് ഇത്രയും കൺജങ്ഷൻസ് ആണെന്നും ഇത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണെന്നും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ തന്നെ ഫോർ, ബട്ട് ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, പ്രൊപ്പോസിഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് ഇത് പ്രൊപ്പോസിഷൻ ആണോ കൺജങ്ഷൻസ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെങ്കിൽ ക്ലോസസുകളെയാണ് കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അത് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓർത്ത് വെച്ചേക്കാം. ദോ, ആൽദോ, ഇവൻ ദോ, ആസ് ഇഫ്, ആസ് ദോ, വേറാസ്, ഇഫ്, വൈൽ, ഈവൻ ഇഫ്, ആസ് ലോങ് as, ഇൻ കേസ്, പ്രൊവൈഡഡ് ദാറ്റ്, പ്രൊവൈഡഡ്, വെയർ, വെയറെവർ, സോ ദാറ്റ്, ബിഫോർ, വൺസ്, വെൻ, until, whenever, in order that, after, as soon as എന്നൊക്കെ ഉള്ളത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. അപ്പോൾ ഇനി അടുത്തൊരു കൺജങ്ഷൻ കൂടെ പറഞ്ഞിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. കൊറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നെയ്തർ നോർ, എയ്തർ ഓർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, വെദർ ഓർ, നോ സൂണർ ദാൻ. അപ്പോൾ ഈ പറയുന്ന കൊറിലേറ്റീവ് കൺജങ്ഷനും സബോർഡിനേറ്റീവ് കൺജങ്ഷൻസും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊറിലേറ്റീവ് കൺജങ്ഷൻസ് എപ്പോഴും രണ്ട് പാർട്സും വെവ്വേറെ ആയിരിക്കും കിടക്കുന്നത്. ഇപ്പൊ നെയ്തർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ നെയ്തറും നോറും ഒരുമിച്ചായിരിക്കത്തില്ല വരുന്നത്. അതായത് നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ ഒറ്റ രീതിയിലായിരിക്കത്തില്ല, അടുത്തടുത്തായിരിക്കത്തില്ല പ്രയോഗിക്കുന്നത്. നെയ്തർ കഴിഞ്ഞ് പിന്നീട് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നോർ എന്നുള്ള ഉപയോഗിച്ചിട്ടാണ് പിന്നീട് സെന്റൻസ് വരുന്നത്. പക്ഷെ ദോ, ആൽദോ, ഈവൻ ദോ ഇതൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതല്ല. അതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ കൊറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇവ ഒരുമിച്ചല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നെയ്തർ നോർ, എയ്തർ ഓർ, ബോത്ത് ആൻഡ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി എന്താണ് കോൺകോഡ് പഠിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ചതാണ്. അതിന്റെയൊക്കെ പ്രയോഗം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ മിക്കവാറും കോറിലേറ്റീവ് കൺജങ്ഷൻസ് എല്ലാം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. സബോർഡിനേറ്റീവ് കൺജങ്ഷൻസ് ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. ചില സബോർഡിനേറ്റീവ് കൺജങ്ഷൻസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പം ഒരുമിച്ച് ഉപയോഗിക്കും. ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം അവ സ്പ്ലിറ്റ് ചെയ്തും ഉപയോഗിക്കാറുണ്ട്. മെജോറിറ്റിയും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, സബോർഡിനേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് ഒരുമിച്ചും കൊറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണവും പാർട്ടായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് പൊതുവെ കൺജങ്ഷൻസ്. അപ്പം മെയിൻ ആയിട്ടും ഈ കൊറിലേറ്റീവും അതുപോലെ സബോർഡിനേറ്റും അങ്ങനെയുള്ളതൊന്നും ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഏതൊക്കെയാണ് കൺജങ്ഷൻസ് എന്താണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അതായത് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വേർഡ്സുകളാണ്, അല്ലെങ്കിൽ കണക്റ്റിംഗ് ഫ്രേസസ് ആണ്, അല്ലെങ്കിൽ കണക്റ്റിംഗ് ക്ലോസസുകളാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതിയാകും. ഓക്കെ ആണല്ലോ. പിന്നെ ഒന്ന് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫാൻ ബോയ്സ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള ഭാഗമാണ് ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. ഇന്റർജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താണ്? വൂപ്സ്, ബാം, ഓ വെൽ, ഔച്ച്, ഷ്, വാവ്, യാ, ഹേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലമേഷൻ ആണ് അല്ലെ. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടുമ്പോൾ നമ്മൾ ഇതുവരെയും എക്സ്പ്രസ് ചെയ്യാത്ത കുറച്ച് ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കും. ഓ ഔച്ച് എന്ന് പറയത്തില്ലേ. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുതപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ വാവ് ബ്യൂട്ടിഫുൾ, വാവ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് നമ്മളൊരു എക്സ്ക്ലമേഷനോട് കൂടി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യും. യാ എന്നൊക്കെ പറയത്തില്ലേ. ഹേയ് നമ്മൾ ഒരാളെ വിളിയും, ഏയ് ആദ്യമേ കാണുമ്പോഴത്തേക്ക്. വൂപ്സ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തില് നമ്മൾ നാച്ചുറലി നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന ചില വേർഡ്സുകളുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല, പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു എക്സ്ക്ലമേഷൻ ആണ്. നമ്മൾ പ്യുവർ ആയിട്ടൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നമ്മുടെ എക്സ്ക്ലമേഷൻ ആകട്ടെ, നമ്മുടെ ഫിയർ ആകട്ടെ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്ന ചില സൗണ്ട്സുകളാണ് ഈ പറയുന്ന ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പൊതുവെ നമുക്കറിയാം, ആ വേർഡ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂടെ മിക്കവാറും ഒക്കെ എക്സ്ക്ലമേഷൻ മാർക്സുകൾ പ്രൊവൈഡ് ചെയ്ത് കാണും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്.